സിനിമയിൽ ഒരൊറ്റ ഡയലോഗില്ല, എവിടെയും ഒരു മനുഷ്യനെയും കാണിക്കുന്നില്ല. എന്നിട്ടും ഓസ്കാറിലും ഗോൾഡൻ ഗ്ലോബ്സിലും ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ അവാർഡ് ലഭിച്ച ഒരു ആനിമേഷൻ ചിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 2024 ജിൻ സിൽബാലോഡി സംവിധാനം ചെയ്ത ഒരു ഇൻഡിപെൻഡന്റ് ആനിമേറ്റഡ് അഡ്വഞ്ചർ ഫിലിമാണ് ഫ്ലോ. 2024 സിനിമ റിലീസായെങ്കിലും 2019 തൊട്ടേ ഇതിന്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 5.5 വർഷം എടുത്തിട്ടാണ് സിനിമ പൂർത്തിയായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗ് പ്രൊഡക്ഷൻ ടീമൊന്നുമല്ല ഇതിന്റെ പിന്നിൽ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറേ ഫിലിം മേക്കേഴ്സ് കൂടി ചേർന്നാണ് ഈ ഫ്രീ സോഴ്സ് ആയിട്ടുള്ള ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന, ഇന്റർനെറ്റിൽ കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ സിനിമ നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. കാട്ടിനുള്ളിലെ ഒരു പൂച്ചയെ കേന്ദ്രീകരിച്ചാണ് സിനിമ കഥ പറയുന്നത്. ആ പൂച്ചേനെ കുറെ നായ്ക്കൾ ആദ്യം അറ്റാക്ക് ചെയ്യുന്നതും അവർ ഇന്നൊക്കെ പൂച്ച രക്ഷപ്പെട്ടു പോകുന്നതൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. തുടർന്ന് ഒരു അപ്പോക്കാലിപ്റ്റിക് സീൻ വരികയാണ്, ഒരു മാസ് ഫ്ലഡ്. ആ വെള്ളപ്പൊക്കത്തിൽ ആ പൂച്ചയും മറ്റു മൃഗങ്ങളെല്ലാവരും കൂടെ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നതെന്നും അവരെങ്ങനെയാണ് ഒരു വള്ളത്തിൽ കയറി ഒത്തൊരുമയോടെ ആ ഒരു സിറ്റുവേഷൻ നേരിടുന്നതെന്നും ഒക്കെ പറഞ്ഞാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ദ ഫിലിം കമ്മ്യൂണിക്കേറ്റ്സ് ഫ്രണ്ട്ഷിപ്പ്, ഫിയർ, ലോസ്റ്റ്, സർവൈവൽ ആൻഡ് ട്രസ്റ്റ്. പൂച്ചയല്ലാതെ മറ്റ് നായ്ക്കളും ഒരു കൊക്കും കേപ്പിപ്പാറയും അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ ഈ വള്ളത്തിൽ വരുന്നുണ്ട്. അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു സ്ഥായി ആയിട്ടുള്ള കുറേ സ്വഭാവങ്ങളും ഒക്കെ, അതായത് കേപ്പിപ്പാറയൊക്കെ ഭയങ്കര ലേസി ആയിട്ട് നേരം ഉറങ്ങുന്നത്, അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ലോകത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് അവരുടെ ഒരു ലോകം കാണുകയാണ്. അവർ തമ്മിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നൊന്നുമില്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മളും ആ വള്ളത്തിൽ ഇരുന്ന് കണ്ടുപോയി ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വള്ളം പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഇരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ. സാധാരണ ആനിമേഷൻ മൂവിയിൽ മൃഗങ്ങളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് ഇല്ല. ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രം, ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിടയിൽ ഈ വെള്ളത്തിന്റെയും ഈ മൃഗങ്ങൾ കരയുന്നതും അവരുടെ ചെറിയ ചെറിയ ഒച്ചപ്പാടും ഒക്കെ മാത്രമാണ് സിനിമയിൽ കാണിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ടും തന്നെ നമ്മളെല്ലാവരെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. ഒരു ബോറടിക്കുന്ന ഒരു സാധനമേ എവിടെയും കാണിക്കുന്നില്ല. ഒരു പവർ ഓഫ് സൈലൻസ് ഈ സിനിമയിൽ ഉടനീളം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ പിടിച്ചിരുത്തിയിട്ട്. This is a beautifully told story and also അതേ സമയം തന്നെ ഒരു യുണീക് ടോണാണ് ഈ സിനിമ ഇങ്ങനെ കൈകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സൈലൻസ് ഒക്കെ ഈ സിനിമയിൽ ഉള്ളത് കൊണ്ടാവാം നമുക്കൊരു മെഡിറ്റേഷൻ പോലെയാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, ഒരു ബഹളങ്ങളോ ഒന്നുമില്ല, നമ്മളും ഇങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ. ദിസ് മൂവി മാനേജ്ഡ് എ pretty unique tone so well. ഇതൊരു ട്രഡീഷണൽ ആനിമേറ്റഡ് മൂവിനെയും കാട്ടും ഒരു ആർട്ട് ഫിലിം എന്ന് തോന്നിപ്പോവും. Also, the ability to establish strong, rounded characters with a zero dialogue and minimally anthropomorphized facial expressions or anything was just astounding. ഇതിപ്പോൾ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ഇതുവരെ ഈ സിനിമ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സിനിമ തിരഞ്ഞെടുത്ത് കാണുക. ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത നല്ല രസമുള്ള ഒരു ബ്യൂട്ടിഫുള്ളി നല്ല വിഷ്വലൊക്കെ നമുക്ക് തരുന്ന, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മനോഹര ചിത്രം തന്നെയാണിത്. ഓൾസോ ദിസ് മൂവി റിമൈൻഡ്സ് അസ് ദാറ്റ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജിന്റെ ഒന്നും തന്നെ ആവശ്യമില്ലെന്ന്, അതിന് മനോഹരമായിട്ട് തന്നെ ഒരു കണക്ഷൻ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത്. ആൻഡ് ദിസ് മൂവി പ്രൂവ്സ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി.